ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു സമരമുഖം ഇവിടെ തുറക്കേണ്ടി വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇങ്ങനെയൊരു സമരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്ന സാഹചര്യമാണ് PKS മേധാവ് കൂടിയായ സഖാവ് സുരേഷ് ബാബുവിടെ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഒരു കാരണവശാലും വികസിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ മാത്രം അതിക്രൂരമായ ഒരു പോലീസ് നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു സർക്കാർ വരുമ്പോൾ 5-6 മാസം ആ സർക്കാരിനൊരു ഹണിമൂൺ പീരീഡ് പോലെ അവരെങ്ങനെയാണ് ഭരിക്കുക എന്ന് നോക്കാം എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മൾ എല്ലാവരും സ്വീകരിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഗവൺമെന്റിനോട് അങ്ങനെയൊന്നും സ്വീകരിച്ചിരുന്നില്ല. കാരണം ഞങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ആ വഴിക്കേ വന്നിരുന്നില്ല. ഇത്തവണ ചർച്ച ചെയ്തപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കണം, പിന്നീട് നടന്ന ലോക കേരള സഭയാകാം മറ്റു കാര്യങ്ങളാകാം, അതിലെല്ലാം ബഹിഷ്കരണം എന്ന നിലപാടായിരുന്നു UDF സ്വീകരിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് വേണം പ്രവർത്തിക്കാൻ. കഴിഞ്ഞ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ക്രിയാത്മകമായി പിന്തുണ നൽകണം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകണം. കഴിഞ്ഞ 10 വർഷം നാടിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് ജനവിധി എതിരായിരുന്നു. ആ വിധിയെ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ജനങ്ങൾ ഒരു മാറ്റം വേണമെന്ന് കരുതി ആ വിധിയിലേക്ക് എത്തി. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം പലതവണ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഞാൻ ബന്ധപ്പെട്ടതാണ്. കാരണം പലപ്പോഴും നമ്മുടെ അന്നത്തെ MLA ശ്രീനിജിന്റെ ഫോൺ വരും, ഇവിടെ ആകെ പ്രശ്നമാണ്, ഉടൻ തന്നെ ഇടപെട്ടേ മതിയാകും. എനിക്ക് തോന്നുന്നു ഇത്രയും ശക്തമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരാൾ നമ്മുടെ മുൻ MLA ശ്രീനിജൻ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ കുടുംബങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുകൂടി നമ്മൾ കണ്ടുകൊള്ളണം. വോട്ട് ചെയ്യുമ്പോൾ പല ഘടകങ്ങളായിരിക്കും ആളുകൾ ആലോചിക്കുക. ആ സന്ദർഭത്തിൽ ചെയ്തെന്ന് വരാം. അത് വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. തെരഞ്ഞെടുപ്പ് ഈ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു സ്വകാര്യ കേസായിട്ട് വന്നതാണ്. അതിനകത്ത് നിന്ന് കോടതിയുടെ വിധിയുണ്ടായി. ആ കോടതി വിധി വന്ന ഘട്ടത്തിലാണ് 2022 അവസാനം മറ്റാണെന്ന് തോന്നുന്നു ഇവരുടെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്നത്. അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി പോലീസും കമ്മീഷനും വന്ന ഘട്ടത്തിലാണ്. അന്ന് ശ്രീനിജൻ പറഞ്ഞതനുസരിച്ച് അന്നത്തെ കളക്ടർ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ OST ആണെന്നാണ് എൻ്റെ ഓർമ്മ, അന്നത്തെ കളക്ടറുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പോലീസ് അധികാരികളുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസാരിച്ചു. ശ്രീനിജനും CM-ന്റെ ഓഫീസുമായി ആ ഘട്ടത്തിൽ ബന്ധപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് പോലീസ് നടപടി. എനിക്ക് തോന്നുന്നു 14 തവണയാണ് കമ്മീഷൻ ഇവിടെ വന്നത്. നമുക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതി സുപ്രീം കോടതിയിൽ പോയി അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. കോടതിയുടെ വിധി നിൽക്കുന്നു. ആ വിധി നിൽക്കുമ്പോൾ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടാകാൻ പാടില്ല. കാരണം എത്രയോ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഒരു ഘട്ടത്തിൽ ശ്രീനിജനുമായി ഞാൻ സംസാരിച്ചിട്ട് നമുക്ക് ഒരു പുനരധിവാസത്തിന്റെ സാധ്യതകൾ. അപ്പോൾ അന്ന് പൊതുവെ ഇവിടെ ഉണ്ടായ അഭിപ്രായം പുനരധിവാസമല്ല, ഇവിടെ തന്നെ താമസിക്കാനുള്ള അവകാശം കിട്ടണം. അവകാശം കിട്ടണം എന്ന് പറയുമ്പോൾ സർക്കാർ ഈ കേസിനകത്തൊരു കക്ഷിയല്ല. കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്നാൽ ആ സാഹചര്യത്തിനും ഒരു ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും ഈ പരിമിതിക്കകത്ത് നിന്ന്? ആ പരിമിതിക്കകത്ത് നിന്ന് ഒരു ഗവൺമെന്റ് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി കൊണ്ടാണ് ഒരാളുടെ മേൽ പോലും ഒരു ചെറിയ മണൽത്തരി പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വീഴാതിരുന്നത് എന്ന് നമ്മൾ കാണണം. ഒരു തരത്തിലുള്ള ബലപ്രയോഗം ഉണ്ടായി. ചില ഘട്ടങ്ങൾ അതിലേക്കൊക്കെ വന്നിരുന്നു. കാരണം കോടതി ലക്ഷ്യം വരും, കോടതിയിൽ പ്രശ്നമുണ്ടാകും എന്ന നിലപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നു. ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ അത് ഞങ്ങൾ തന്നെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും, അതുകൊണ്ട് നടപടി എടുക്കേണ്ടി വരുന്നോ എന്ന സമീപനം വരെ സ്വീകരിച്ചിരുന്നു. അപ്പോഴും എത്രയോ തലമുറകളായി താമസിക്കുന്ന 14 കുടുംബങ്ങൾ, 50-ലധികം ആളുകൾ, അവർ ഇത്രയും കാലമായി താമസിക്കുന്നതാണ്.
ആ പ്രശ്നത്തിനകത്ത് അത്തരം ബലപ്രയോഗം പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ നേരെ പുനരധിവാസത്തിലേക്ക് പോകുന്നതിൽ ഈ തടസ്സം ഉണ്ടായതുകൊണ്ട് പിന്നെന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയാണ് ചർച്ചകൾക്ക് ശേഷം ഈ 19 ഏക്കറും സർവേ നടത്തിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കൂടി കക്ഷിയായി ഒരു നിലപാടിലേക്ക് എത്താൻ പറ്റുമോ? സർവേ നടപടികൾ ആരംഭിച്ചു. നമുക്കറിയാം, സർവേ നടപടികളിൽ ഇപ്പോ പല സർവേ നടക്കുന്നുണ്ട്. നമ്മൾ ആ ഘട്ടത്തിലാണ് നമ്മുടെ ഈ ഹൈവേയുടെ സർവേ, അങ്കമാലി ഹൈവേയുടെ സർവേ, എല്ലാ സർവേയർമാരെയും അങ്ങോട്ട് വിന്യസിപ്പിക്കേണ്ടി വന്നു. കാരണം അന്ന് ആ സർവേ പൂർത്തീകരിക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ റദ്ദാക്കപ്പെടും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ നോട്ടിഫിക്കേഷൻ റദ്ദാക്കപ്പെട്ടു, നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായി കേന്ദ്രീകരിക്കേണ്ടി വന്നെങ്കിലും സർവേ നടപടികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിരുന്നു. ആ സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഇതിന് ഒരു പരിഹാരം എത്തുന്നത് വരെ കാത്തു നിൽക്കുക എന്നതായിരുന്നു ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ജില്ലാ ഭരണ സംവിധാനം ചെയ്യേണ്ടത്. പക്ഷേ ഒരു ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ മാത്രം ബലം പ്രയോഗിച്ചുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേരെ കുടിയിറക്കാം എന്നാണ് കരുതിയെങ്കിൽ ഈ ജനകീയമായിട്ടുള്ള മുന്നേറ്റം അത്തരത്തിലുള്ള ഒരു നടപടിയും അനുവദിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. അവർക്കൊപ്പം നിന്ന് ഇതേവരെയും ഇടതുപക്ഷ പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുണ്ട്. സർക്കാർ ചോദിക്കും, നിങ്ങളുടെ സർക്കാർ ഉണ്ടായില്ല, ചിലർ 10 കൊല്ലമായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, 10 കൊല്ലത്തിന് കാരണം 2022-ലാണ് വിധി വരുന്നത്, നമ്മുടെ എല്ലാ ശ്രദ്ധയിലേക്ക് വരുന്നത്. അന്ന് മുതൽ എന്ത് ചെയ്തു എന്നതിന് ഉത്തരമാണ് ഇപ്പോഴും അവരവരുടെ വീടുകൾക്കകത്ത് തന്നെ ഇതുവരെയും സമാധാനപരമായി താമസിച്ചു എന്നത് മാത്രം. ഇതുവരെയും ഒരു ബലവും പ്രയോഗിച്ചുകൊണ്ട് അവരെയാരെയും കുടിയിറക്കിയില്ല എന്നതിന് ആ ഉത്തരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ഈ മണ്ഡലത്തെ അന്ന് പ്രതിനിധീകരിച്ച MLA-യും എന്ത് ചെയ്തു എന്നതിന് ഉത്തരം. അത് തുടരാൻ കഴിയണം. ഈ പ്രശ്നത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ തുടങ്ങി വെച്ച പരിഹാരം, ആ പരിഹാരം സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ഇവിടെയുള്ള ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും താമസിക്കുവാൻ അവകാശമുണ്ടാകണം. അതിനാവശ്യമായ സർവേ നടപടികൾ പൂർത്തീകരിച്ച് അടിയന്തരമായി തന്നെ അത്തരം കാര്യങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ കഴിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതുവരെ ഒരു തരത്തിലുള്ള പോലീസ് നടപടിയും ഈ നാട്ടിലുള്ള ജനകീയ മുന്നേറ്റം അനുവദിക്കേണ്ടതില്ല എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം സംരക്ഷ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.